ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഒരു അടിപൊളി ടേസ്റ്റുള്ള ചീസി ആലു പറാത്ത എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് കഴുകി ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തോട്ട് കേട്ടോ. പിന്നീട് മറ്റൊരു പാത്രത്തിൽ ആവശ്യത്തിന് ഗോതമ്പ് പൊടി, ഉപ്പ്, റിഫൈൻഡ് ഓയിലും ചേർത്ത് ഒന്ന് മിക്സാക്കുക. ശേഷം ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ നേരം നമുക്ക് അടച്ചു വെക്കാം. ഇനി ഫില്ലിങ്ങിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, പിന്നെ മല്ലിയില, പാഴ്സ്ലി ലീഫ്, പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിയണം കേട്ടോ. പിന്നെ മോസറല്ല ചീസ്, കുരുമുളക് പൊടി, ഈ വേവിച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് ഉടച്ചത് ഇതിൽ മിക്സ് ചെയ്യാം. ശേഷം അരമണിക്കൂർ മുന്നേ കുഴച്ച് വെച്ച ഗോതമ്പ് മാവ് ഉരുളകളാക്കാം. ഓരോ ഉരുളകളും ഒരു ചപ്പാത്തി പോലെ തന്നെ പരത്തുക, ഒന്നുകൂടി തിന്നാക്കാം. എന്നിട്ട് ഒരു ചപ്പാത്തിയുടെ പരത്തിയ മാവിൽ എന്ത് ചെയ്യുക, ഈ കുഴച്ച് വെച്ച മസാല പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ചെറുതായിട്ട് അറ്റത്ത് തടവി കൊടുക്കാം. ശേഷം മറ്റേ ചപ്പാത്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ട് അറ്റം പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അല്പം ബട്ടറോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ചൂടുള്ള പാനിൽ ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ ആക്കാത്ത സൈഡിൽ ചെറുതായിട്ട് എണ്ണ തൂവി കൊടുക്കാം, അല്ലെങ്കിൽ പാനിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഓയിൽ തൂവി കൊടുക്കാം. എണ്ണ ഇല്ലാണ്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഓവണിൽ നമുക്ക് ചുട്ടെടുക്കാം. ഓക്കെ, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ മോസറല്ല ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. റായ്ത്തയുടെ കൂടെയോ അല്ലെങ്കിൽ ചന മസാലയോ അങ്ങനെ എന്ത് കറി യൂസ് ചെയ്തിട്ടും നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്കിത് കഴിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിലുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.